നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മലക്കപ്പാറയിൽ 4 വയസ്സുള്ള ആദിവാസി കുട്ടിയെ പുലി ആക്രമിച്ചു. ചെറിയ പരിക്കുകളോടെ കുട്ടി രക്ഷപ്പെട്ടു. കല്ലൂർ നായരങ്ങാടിയിൽ കൃഷിയിടത്തിൽ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് പാലത്തുപറമ്പ് ചാർത്താംവളപ്പിൽ മോഹനൻ. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ കടമുറി ലേലത്തിൽ അഴിമതി ആരോപണം. പത്രപരസ്യം നൽകി 2022 നടത്തിയ ലേലം വ്യാജമാണെന്ന പരാതിയുമായി വെണ്ടൂർ സ്വദേശി ഐനിക്കൽ തോമസ്. അഴിമതി ആരോപണം നിഷേധിച്ച് പഞ്ചായത്ത്. അളഗപ്പ് നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. NCTV ഇംപാക്ട്. കല്ലൂർ നായരങ്ങാടി സെന്ററിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് അപകട ഭീഷണിയായി നിന്നിരുന്ന കൂറ്റൻ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കൊടകര സെന്റ് ജോസഫ് പള്ളിയും കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലും പ്രതിഷേധ സദസ്സ് ഒരുക്കി. വിശദമായ വാർത്തകളിലേക്ക്. മലക്കപ്പാറയിൽ 4 വയസ്സുള്ള ആദിവാസി കുട്ടിയെ പുലി ആക്രമിച്ചു. ചെറിയ പരിക്കുകളോടെ കുട്ടി രക്ഷപ്പെട്ടു. മലക്കപ്പാറ ബീരാൻകുടി മേഖലയിലെ ബേബിയുടെ മകൻ രാഹുലിനെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 2:30 താൽക്കാലിക ഷെഡിൽ കിടന്നുറങ്ങുമ്പോൾ പുലി ആക്രമിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുന്നതിനിടെയാണ് രാഹുലിനെ പുലി പിടിച്ചുകൊണ്ടുപോയത്. ശബ്ദം കേട്ട് കുട്ടിയുടെ അച്ഛൻ കല്ലുകൾ ഉപയോഗിച്ച് മറ്റും പ്രതിരോധിച്ചാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയതെന്ന് പറയുന്നു. കുട്ടിയുടെ അച്ഛനും പരിക്കുകളുള്ളതായി വിവരം. മലക്കപ്പാറ പോലീസ് സ്റ്റേഷന് 2.5 കിലോമീറ്റർ അകലെയാണ് സംഭവം. കല്ലൂർ നായരങ്ങാടിയിൽ കൃഷിയിടത്തിൽ കർഷകൻ കുഴഞ്ഞു വീണു മരിച്ചു. നായരങ്ങാടി പാലത്തുപറമ്പ് ചാർത്താംവളപ്പിൽ 66 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. നേന്ത്രക്കായ ചന്തയിലേക്ക് കൊണ്ടുപോകുന്നതിനായി സ്വന്തം തോട്ടത്തിൽ നിന്ന് ചുമന്ന് കൊണ്ടുപോകുന്നതിനിടയിലാണ് മോഹനൻ കുഴഞ്ഞു വീണ് മരിച്ചത്. ശ്യാമളയാണ് ഭാര്യ. ഹിമ, ഷിമ, ഹിമേഷ് എന്നിവർ മക്കളും ഷാജൻ, സേതുലക്ഷ്മി, പരേതനായ അനിലൻ എന്നിവർ മരുമക്കളുമാണ്. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ കടമുറി ലേലത്തിൽ അഴിമതി ആരോപണം. പത്രപരസ്യം നൽകി 2022 നടത്തിയ ലേലം വ്യാജമാണെന്ന പരാതിയുമായി 42 മാസമായി താൻ നിയമ പോരാട്ടം നടത്തുകയാണെന്ന് മുൻ സൈനികനായ വെണ്ടൂർ സ്വദേശി ഐനിക്കൽ തോമസ് പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന കെ രാജേശ്വരി, വാർഡ് മെമ്പർ സനൽ മഞ്ഞളി, 2 ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ലേലത്തിൽ ക്രമക്കേടുകൾ നടന്നതായും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മുൻകൂട്ടി കടമുറികൾ നൽകിയ ശേഷമാണ് ലേലം നടത്തിയതെന്നാണ് തോമസിന്റെ ആക്ഷേപം. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ 6 കടമുറികളാണ് ലേലത്തിൽ വെച്ചത്. പൊതുലേലത്തിൽ പങ്കെടുക്കാനെത്തിയ തോമസിനെ വൈസ് പ്രസിഡന്റ് അധിക്ഷേപിച്ചതായും ലേലം വിളിക്കാൻ സമ്മതിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി, വിജിലൻസ് എന്നിവിടങ്ങളിൽ അന്ന് തന്നെ പരാതി നൽകിയിരുന്നതായും 42 മാസത്തിനു ശേഷം 2025 ജൂലൈ 29 തന്റെ മൊഴിയെടുത്തതെന്നും തോമസ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചായത്തിൽ നടത്തിയ ഹിയറിംഗിൽ മൊഴി നൽകിയ ശേഷം ലേല ദിവസം നടന്ന തെളിവുകളും കൈമാറിയതായും തോമസ് അറിയിച്ചു. ലേലവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നുമാണ് തോമസിന്റെ ആവശ്യം. എന്നാൽ 50 വർഷങ്ങൾക്ക് മുൻപ് ലേലത്തിലെടുത്തവർ മുറികൾ മറിച്ച് പാട്ടം നൽകി അമിത വാടക കൈപ്പറ്റുകയും പഞ്ചായത്തിന് നഷ്ടം വന്നതോടെയാണ് കമ്മിറ്റി തീരുമാനപ്രകാരം ലേലം നടത്തിയതെന്ന് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റായ കെ രാജേശ്വരി അറിയിച്ചു. ലേലം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ തോമസ് ഉൾപ്പെടെയുള്ളവർ തർക്കമുണ്ടായതിനെ തുടർന്നാണ് നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നത്. പിന്നീട് പഞ്ചായത്തിന് കീഴിലെ സർക്കാർ ഓഫീസുകളിൽ ലേലത്തിന്റെ നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തിയ ശേഷം 2022 ഫെബ്രുവരിയിൽ ലേലം നടന്നതായും രാജേശ്വരി പറഞ്ഞു. അളഗപ്പ് നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ N ശങ്കർ,
പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിൻ പൊതുസമ്മേളനം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ലിജോ ജോൺ അധ്യക്ഷനായി. പൊതുസമ്മേളനത്തിന് ഇലക്ട്രിക്കൽ വിഭാഗം HOD NP സെബി, ആന്റി നാർക്കോട്ടിക് കോർഡിനേറ്റർ MF പോൾ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കോളേജ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. 100 കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത റാലി ആമ്പല്ലൂർ ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. വരന്തരപ്പിള്ളിയിൽ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒളിവിലായ ക്ലീനറെ കിട്ടാൻ പോലീസ് ബസ്സുകൾ പിടിച്ചെടുത്തതോടെ ദുരിതത്തിലായി വരന്തരപ്പിള്ളി പാലപ്പിള്ളി ചിമ്മിനി റൂട്ടിലെ യാത്രക്കാർ. സമയത്തെ ചൊല്ലി തർക്കത്തെ തുടർന്ന് ബുധനാഴ്ച രാവിലെ 7:30 വരന്തരപ്പിള്ളിയിൽ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം. തൃശൂർ ചിമ്മിനി റൂട്ടിൽ സർവീസ് നടത്തുന്ന യാസിൻ ബസ്സിലെയും തൃശൂർ കോടാലി റൂട്ടിൽ ഓടുന്ന ക്രിസ്റ്റ ബസ്സിലെയും ജീവനക്കാർ തമ്മിലായിരുന്നു തർക്കം. യാസിൻ ബസിന്റെ ക്ലീനർ സിബി കോടാലി ബസ്സിലെ കണ്ടക്ടർ ആന്റണിയെ മർദ്ദിച്ചു എന്നാണ് കേസ്. ക്രിസ്റ്റ ബസിന്റെ ഉടമ കൂടിയാണ് ആന്റണി. സംഭവത്തെ തുടർന്ന് സിബി ഒളിവിൽ പോവുകയായിരുന്നു. പ്രതിയെക്കുറിച്ച് വിവരമില്ലാതായതോടെ ഇയാൾ ജോലി ചെയ്യുന്ന 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തൃശൂർ ചിമ്മിനി ഡാം, തൃശൂർ പാലപ്പിള്ളി റൂട്ടിലോടുന്ന ബസ്സുകളാണ് പോലീസ് പിടിച്ചിട്ടത്. പ്രതിയെ കിട്ടിയാൽ ബസ് വിട്ടു നൽകാം എന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ ചിമ്മിനി പാലപ്പിള്ളി റൂട്ടിലെ 2 ബസ്സുകളും പോലീസ് പിടിച്ചെടുത്തതോടെ തോട്ടം വനമേഖലയിലെ യാത്രക്കാർ ദുരിതത്തിലായി. രാവിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാർ പതിവായി ആശ്രയിക്കുന്ന ബസ്സുകളാണ് വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നത്. അടിപിടി കേസിലെ പ്രതികളെ പിടിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിലും അതിന്റെ പേരിൽ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നതിൽ വ്യാപക പ്രതിഷേധമുണ്ട്. NCTV ഇംപാക്ട്. NCTV ഇംപാക്ട് കല്ലൂർ നായരങ്ങാടി സെന്ററിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് അപകട ഭീഷണിയായി നിന്നിരുന്ന കൂറ്റൻ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി. തൃക്കൂർ പഞ്ചായത്ത് കല്ലൂർ നായരങ്ങാടി സെന്ററിലാണ് വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരം നിന്നിരുന്നത്. കാലപ്പഴക്കം മൂലം മരത്തിന്റെ ചില്ലകൾക്ക് ബലക്ഷയമുണ്ടായിരുന്നു. ശിഖരങ്ങൾ പടർന്ന് പന്തലിച്ച് റോഡിന് കുറുകെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുകളിലേക്കും സമീപത്തെ ട്രാൻസ്ഫോമറിലേക്കും ചാഞ്ഞു നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ അപകടാവസ്ഥയെ സംബന്ധിച്ച് NCTV വാർത്ത നൽകിയിരുന്നു. ഇതോടെയാണ് വിഷയത്തിൽ അധികൃതർ ഇടപെട്ടത്. വൈദ്യുതി ലൈനുകൾക്ക് സമീപം അപകട ഭീഷണിയായി നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റിയതോടെ അപകടഭീതി ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് വഴിയാത്രക്കാരും വ്യാപാരികളും. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിനു താഴെ പുഴയിൽ വലിയ മരം കടപുഴകി പുഴയ്ക്കു കുറുകെ വീണ് കിടക്കുന്നത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് PDP ആവശ്യപ്പെട്ടു. മരം നീക്കാത്ത പക്ഷം ശക്തമായ കാറ്റിലും മഴയിലും അത് കുറുമാലിപ്പുഴയിലേക്ക് കടക്കുകയും കച്ചേരിക്കടവ്, തോട്ടുമുഖം തുടങ്ങി പാലങ്ങളിൽ തടഞ്ഞാൽ വലിയ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് PDP ചൂണ്ടിക്കാട്ടുന്നു. അടിയന്തരമായി മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പാലപ്പിള്ളി റേഞ്ച് ഓഫീസർക്ക് പരാതി നൽകി. പിള്ളത്തോട് പാലത്തിൻ്റെ തൊട്ടു താഴെ ആ വലിയ പുഴയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും വലിയ കാട്ടുമരം കടപുഴകി പുഴ കുറുകെ വീണ് കിടക്കുകയാണ്. ഇത് അടുത്ത മഴയിൽ ഒഴുകി കുറുമാലിപ്പുഴ ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന കുറുമാലിപ്പുഴയിലേക്ക് എത്തുകയും തുടർന്നുള്ള 2 പാലങ്ങൾ, കച്ചേരിക്കടവ് പാലം, ഇങ്ങനെ ഏതെങ്കിലും പാലത്തിൽ ഈ വലിയ മരം ചെന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വലിയൊരു വെള്ളപ്പൊക്കത്തിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഫോറസ്റ്റ് അധികൃതർ ഇടപെടുകയും ഈ മരം മുറിച്ചു നീക്കി വെള്ളത്തിന് സുഗമമായി ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചും പ്രതിഷേധ ജ്വാലയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് ഭണ്ഡാരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, നൈജോ ആൻഡോ, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാജു പൂക്കാടൻ, KA ഹനീഫ, സായുജ് സുരേന്ദ്രൻ, സജീവൻ കൈപ്പിള്ളി, ഷൈനി ബാബു, ജെയ്സൺ പേടിയേക്കൽ, AM ബിജു, സൂരജ് കണ്ടനി, ലിനോ മൈക്കിൾ, സിജിൽ ചന്ദ്രൻ, KV തോമസ്, രഹൻ പള്ളത്തേരി എന്നിവർ പ്രസംഗിച്ചു. മദർ തെരേസയുടെ പിന്മുറക്കാരായ സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ
ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് CPM നെല്ലായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TR ലാലു അധ്യക്ഷനായി. K രാജേഷ്, R രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ മെഴുകുതിരികെ തെളിയിച്ച് പ്രതിഷേധ റാലി നടത്തി. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ജോമോൻ കുന്നേൽ, കൈക്കാരന്മാരായ ഷാജൻ കുറിയേടത്ത്, രാജേഷ് ചേലപ്പുറത്ത്, ജോഷി കണ്ണത്താൻ എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിൽ വച്ചുവെന്നാരോപിച്ച് കൊടകര സെന്റ് ജോസഫ് പള്ളിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. റാലിക്കു ശേഷം നടന്ന പ്രതിഷേധ സദസ്സ് ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, സിസ്റ്റർ ജ്യോതിസ്, കൈക്കാരൻ ജെയിംസ് കുറ്റിക്കാടൻ, പ്രതിനിധി യോഗ സെക്രട്ടറി തോമസ് ചിരണക്കൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് വർഗീസ് ആലപ്പാടൻ, കൈക്കാരൻ ബിജോയ് കുറ്റിക്കാടൻ, ജോയ് ചെമ്പകശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ശാസ്ത്ര ഗവേഷണത്തിനുള്ള യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് വെണ്ടൂർ സ്വദേശിനി ഐറിൻ പോളിക്ക് ലഭിച്ചു. 1.68 കോടി രൂപയാണ് ഫെലോഷിപ്പ്. പാരീസിലെ ESPCAയുടെ സോഫ്റ്റ് മാറ്റർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിലാണ് 3 വർഷത്തെ ഗവേഷണം. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് കെമിസ്ട്രി ബിരുദം പൂർത്തിയാക്കിയ ഐറിൻ പഞ്ചാബ് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് മെഡിസിനൽ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദവും MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ M.Tech പൂർത്തിയാക്കി. M.Techന്റെ അവസാന വർഷത്തെ ഗവേഷണം ജർമ്മനിയിലെ കീൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. മഞ്ഞളി MI പോളിയുടെയും CJ ജിജിയുടെയും മക്കളാണ് 26-കാരിയായ ഐറിൻ. കോടാലി കൊരേച്ചാൽ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, അന്നദാനം എന്നിവയുടെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. ക്ഷേത്രം മേൽശാന്തി ചെങ്ങഴിശ്ശേരി ഇല്ലം പുരുഷോത്തമൻ നമ്പൂതിരി ആദ്യ നാളികേരം സമർപ്പിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും ഭഗ്നിമണ്ഡൽ ഭാരവാഹികളും ചടങ്ങിന് നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളി 150 വർഷങ്ങൾ പൂർത്തിയായതിന്റെ സമാപനാഘോഷങ്ങൾ ഓഗസ്റ്റ് 3 നടക്കും. വൈകിട്ട് 3:30 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ചടങ്ങ് ആരംഭിക്കും. ശേഷം നടക്കുന്ന പൊതുസമ്മേളനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരിക്കും. ശതോത്തര ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച 4 കാരുണ്യ ഭവനങ്ങളുടെ താക്കോൽദാനവും ശതോത്തര സുവർണ ജൂബിലി സ്മരണിക പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കും. LSS, USS, NMMS സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ശനിയാഴ്ച രാവിലെ 10-ന് തലോർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഇനി കാണാം ഇൻഫോ ടോക്ക്. ഗൂഗിൾ പേ, പേടിഎം, ഫോൺപേ തുടങ്ങിയ UPI ആപ്പുകളുടെ പ്രവർത്തന രീതികളുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ. ദിവസേന പലതവണ UPI ആപ്പുകൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങൾ സുപ്രധാനമാണ്. പുതിയ നിയമങ്ങൾ പ്രകാരം ഉപയോക്താക്കൾക്ക് ഓരോ ആപ്പിലും ഒരു ദിവസം പരമാവധി 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ. തിരക്കേറിയ സമയങ്ങളിലെ ലോഡ് കുറയ്ക്കുന്നതിനായാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഓരോ സാമ്പത്തിക ഇടപാടിനൊപ്പവും ഉപയോക്താവിന്റെ ബാലൻസ് ചേർക്കാൻ ബാങ്കുകൾക്ക് നിർബന്ധമുണ്ട്. EMI, SIP അല്ലെങ്കിൽ OTT സബ്സ്ക്രിപ്ഷൻ പോലുള്ള UPIയിലെ ഓട്ടോ പേയ്മെന്റുകളും ഓട്ടോ ട്രാൻസ്ലേഷനുകളും രാവിലെ 10 മണിക്ക് മുൻപും ഉച്ചയ്ക്ക് 1 മുതൽ 5 വരെയും രാത്രി 9:30 ശേഷവും മാത്രമേ പ്രോസസ് ചെയ്യുകയുള്ളൂ. അതായത് നിങ്ങളുടെ പേയ്മെന്റ് രാവിലെ 11 മണിക്ക് ഡ്യൂ ആണെങ്കിൽ അത് നേരത്തെയോ വൈകിയോ ഡെബിറ്റ് ആയേക്കാം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 വരെയും വൈകുന്നേരം 5 മുതൽ രാത്രി 9:30 വരെയുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഓട്ടോ പേ പ്രോസസ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഇത്. ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത വിവരങ്ങൾ ഒരു ദിവസം 25 തവണ മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ. ഇതിലൂടെ മൊബൈലുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളുടെ ലിസ്റ്റ് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയും.
ഉപയോക്താവ് UPI ആപ്പുകളിൽ ഇഷ്യൂവർ ബാങ്ക് തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ ഈ അഭ്യർത്ഥനകൾ ആരംഭിക്കാൻ പാടുള്ളൂ. തിരക്കേറിയ സമയങ്ങളിൽ പണം ഡെബിറ്റ് ആവുകയും എന്നാൽ സ്വീകർത്താവിന് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള ഇടപാട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉപയോക്താക്കൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട്. ഇനി മുതൽ UPI ആപ്പുകൾ ഒരു ഇടപാടിന്റെ യഥാർത്ഥ പേയ്മെന്റ് നില പെൻഡിംഗ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നതിന് പകരം നിമിഷങ്ങൾക്കകം പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഉപയോക്താവിന് നില പരിശോധിക്കാൻ 3 അവസരങ്ങൾ മാത്രമേ ലഭിക്കൂ. ഓരോ പരിശോധനയ്ക്കുമിടയിൽ 90 സെക്കൻഡ് സമയം കാത്തിരിപ്പ് ഉണ്ടാകും. ഓരോ തവണ UPI വഴി പണം അയക്കുമ്പോഴും ഇടപാട് നടത്തുന്നതിന് മുൻപ് സ്വീകർത്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത പേര് കാണാൻ ഉപയോക്താക്കൾക്ക് സാധിക്കും. ഈ മാറ്റങ്ങൾ പ്രധാനപ്പെട്ടതല്ലെങ്കിലും തിരക്കേറിയ സമയങ്ങളിൽ UPI ആപ്പുകളിലെ സമ്മർദ്ദം കുറയ്ക്കാനും ഓൺലൈൻ പേയ്മെൻറ്റുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതുവഴി കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാനുമാണ് ഇവ ലക്ഷ്യമിടുന്നത്. കാലാവസ്ഥ. കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഓഗസ്റ്റ് 5, 6, 7 തീയതികളിൽ വനിതകൾക്കായി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൗജന്യ പരിചയ ക്ലാസ് നടത്തും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 9075929416 9075929412. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ നിള സേവാ സമിതി നടത്തുന്ന തണൽ ഡൊമസ്റ്റിക് വയലൻസ് ഷെൽട്ടർ ഹോമിലേക്ക് ഹോം മാനേജർ, വാച്ച് വുമൺ, കുക്ക് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദാനന്തര ബിരുദം, സമാന തസ്തികയിൽ 23 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഹോം മാനേജർ തസ്തികയിലേക്കും SSLC വിജയിച്ചവർക്ക് വാച്ച് വുമൺ, കുക്ക് എന്നീ തസ്തികകളിലേക്കും അപേക്ഷിക്കാം. ഓഗസ്റ്റ് 19 രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446220616. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9100 രൂപ, പവന് 72,880 രൂപ. നെന്മണിക്കര പൊന്നാരി തോമൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. എൽസിയാണ് ഭാര്യ. സിമി, സ്റ്റാലി, വർഗീസ് എന്നിവർ മക്കളും ഷാജൻ, അജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മലക്കപ്പാറയിൽ 4 വയസ്സുള്ള ആദിവാസി കുട്ടിയെ പുലി ആക്രമിച്ചു. ചെറിയ പരിക്കുകളോടെ കുട്ടി രക്ഷപ്പെട്ടു. കല്ലൂർ നായരങ്ങാടിയിൽ കൃഷിയിടത്തിൽ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് പാലത്തുപറമ്പ് ചാർത്താംവളപ്പിൽ മോഹനൻ. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ കടമുറി ലേലത്തിൽ അഴിമതി ആരോപണം. പത്രപരസ്യം നൽകി 2022 നടത്തിയ ലേലം വ്യാജമാണെന്ന പരാതിയുമായി വെണ്ടൂർ സ്വദേശി ഐനിക്കൽ തോമസ്. അഴിമതി ആരോപണം നിഷേധിച്ച് പഞ്ചായത്ത്. അളഗപ്പ് നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. NCTV ഇംപാക്ട്. കല്ലൂർ നായരങ്ങാടി സെന്ററിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് അപകട ഭീഷണിയായി നിന്നിരുന്ന കൂറ്റൻ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കൊടകര സെന്റ് ജോസഫ് പള്ളിയും കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലും പ്രതിഷേധ സദസ്സ് ഒരുക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.